ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. സ്പാനിഷ് മിഡ്ഫീൽഡറായ റോഡ്രി റയൽ മാഡ്രിഡിൽ എത്തും എന്നായിരുന്നു ആദ്യം പ്രതീക്ഷിക്കപ്പെട്ടിരുന്നത്. പക്ഷേ പിന്നീട് ബാഴ്സ അദ്ദേഹത്തിന് വേണ്ടി രംഗപ്രവേശനം ചെയ്തു. അങ്ങനെ റോഡ്രി ബാഴ്സയിലേക്ക് പോയി. ഇതുമായി ബന്ധപ്പെട്ട ഒരു ലേഖനം പ്രമുഖ സ്പാനിഷ് മാധ്യമമായ മാർക്ക പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതായത് റോഡ്രി എന്തുകൊണ്ട് റയലിനെ തഴഞ്ഞ് ബാഴ്സയെ തിരഞ്ഞെടുത്തു എന്നുള്ളതിനുള്ള ഒരു വിശദീകരണമാണ് ഇവർ നൽകിയിട്ടുള്ളത്. അതിൻ്റെ കാരണം പണമല്ല, മറിച്ച് സ്പോർട്ടിംഗ് പ്രൊജക്റ്റ് ആണ് എന്നാണ് മാർക്ക ഇപ്പോൾ കണ്ടെത്തിയിട്ടുള്ളത്. അതായത് റയൽ മാഡ്രിഡും ബാഴ്സയും ഓഫർ ചെയ്തത് ഒരേ കോൺട്രാക്റ്റ് തന്നെയാണ്, ഏകദേശം ഒരേ സാലറി തന്നെയാണ്. പക്ഷേ സ്പോർട്ടിംഗ് പ്രൊജക്റ്റിൻ്റെ കാര്യത്തിൽ കൂടുതൽ വ്യക്തത ലഭിച്ചത് ബാഴ്സയുടെ കാര്യത്തിലാണ്. റയലിൻ്റെ സ്പോർട്ടിംഗ് പ്രൊജക്റ്റിന് ഒരു വ്യക്തത കുറവുണ്ടായിരുന്നു എന്നാണ് റോഡ്രി ഇപ്പോൾ വിശ്വസിക്കുന്നത്. ബാഴ്സയുടെ ഒരു സ്പോർട്ടിംഗ് പ്രൊജക്റ്റ് അത് വളരെയധികം ക്ലിയർ ആയിരുന്നു, പെർഫെക്റ്റ് ആയിരുന്നു. തൻ്റെ കരിയറിന് ഏറ്റവും അനുയോജ്യമായ പ്രൊജക്റ്റ് അത് ബാഴ്സയുടെ പ്രൊജക്റ്റാണ്. വലിയ ഒരു ഭാവിയുള്ള പ്രൊജക്റ്റ് തന്നെയാണ് ബാഴ്സയുടെ പ്രൊജക്റ്റ് എന്നാണ് റോഡ്രി ഇപ്പോൾ വിശ്വസിക്കുന്നത്. അതുകൊണ്ടാണ് റയലിനെ തഴഞ്ഞുകൊണ്ട് അദ്ദേഹം ഇപ്പോൾ ബാഴ്സയെ തിരഞ്ഞെടുത്തത്. അല്ലാതെ പണത്തിനോ അതല്ലെങ്കിൽ സാലറിക്കോ ഇക്കാര്യത്തിൽ യാതൊരുവിധ റോളുകളും ഇല്ല എന്നാണ് മാർക്ക കണ്ടെത്തിയിട്ടുള്ളത്. ഏതായാലും സ്പാനിഷ് ടീമിൽ റോഡ്രിക്കൊപ്പം കളിക്കുന്ന ഒരുപാട് താരങ്ങൾ നിലവിൽ FC ബാഴ്സലോണയിൽ ഉണ്ട്. അതുകൊണ്ട് തന്നെ റോഡ്രിയെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ എളുപ്പമായിരിക്കും. ബാഴ്സയുമായി അഡാപ്റ്റ് ആവാൻ റോഡ്രിക്ക് വലിയ സമയമൊന്നും ആവശ്യമായി വരില്ല. കാരണം അത്രയേറെ സഹതാരങ്ങളാണ് അദ്ദേഹത്തിൻ്റെ ചുറ്റിലുമുള്ളത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.